നമസ്തേ. അസുരരാജ്ഞിയായ ശൂർപ്പകി സന്താന ലബ്ധിക്ക് വേണ്ടി അസുരഗുരുവായ ശുക്രാചാര്യരെ ചെന്ന് കാണുന്നു. ശുക്രാചാര്യരുടെ മന്ത്ര ഉപദേശത്താൽ ശൂർപ്പകി ഏറെ താമസിയാതെ ഗർഭവതിയാവുകയും ഒരു സന്താനത്തിന് ജന്മം നൽകുകയും ചെയ്തു. ശൂർപ്പകൻ എന്ന പേരിൽ ഇവൻ പഠിച്ച് വലുതായി. എല്ലാ വിദ്യകളും സ്വായത്തമാക്കിയ ശൂർപ്പകൻ ദേവന്മാരെ ജയിക്കാനുള്ള വഴിയെന്തെന്നാലോചിച്ചു. ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ശൂർപ്പകൻ അതിനുവേണ്ട വിദ്യകളും ഉപായങ്ങളുമെല്ലാം പഠിച്ച് ശ്രീ പരമേശ്വരനെ തപസ് ചെയ്യാൻ പ്രീതിപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ നീലിമലയുടെ മുകളിൽ ചെന്ന് പരമേശ്വരനോട് ഇഷ്ടവരം ചോദിക്കുന്നതിന് വേണ്ടി പരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്താൻ അവിടെ തപസ് ആരംഭിച്ചു. വലിയൊരു ഹോമകുണ്ടം തീർത്ത് അതിൽ കുന്തം നാട്ടി കുന്തമുനയിൽ സൂചി തറച്ച് അതിന് മുകളിൽ കയറി നിന്ന് സംവത്സരങ്ങളോളം തപസ് ചെയ്ത ശൂർപ്പകൻ്റെ മുൻപിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. ശൂർപ്പകൻ വരം എന്ന കേട്ടപ്പോൾ വേഗം തപസ്സിൽ നിന്ന് ഞെട്ടിയുണർന്ന് താഴെ ഇറങ്ങി ഭഗവാനെ വണങ്ങുന്നു. എനിക്ക് എൻ്റെ പെരുവിരൽ കൊണ്ട് ശിരസിൽ തൊടുന്നവർ ആരായാലും അവർ അപ്പോൾ തന്നെ മരിച്ചു വീഴണം എന്ന വരം നൽകിയാലും. പരമശിവൻ ഇത് കേട്ട് ശൂർപ്പകനോട് പറഞ്ഞു, ഇത്ര കഠിനമായ വരം വേണം, മറ്റെന്തെങ്കിലും ചോദിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ശൂർപ്പകൻ ഇഷ്ടവരത്തെ തന്നില്ലെങ്കിൽ ഞാൻ ഹോമകുണ്ടത്തിൽ ചാടി മരിക്കുമെന്ന് പരമശിവനോട് പറയുന്നു. ഈ സമയം ഭഗവാൻ പരമശിവൻ ശൂർപ്പകന് ഇഷ്ടവരത്തെ നൽകി അനുഗ്രഹിച്ച് യാത്രയാവാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ശൂർപ്പകൻ പരമശിവനോട് പറയുന്നു, തന്ന വരം ഒന്ന് പരിശോധിക്കണം, അതുകൊണ്ട് അങ്ങയുടെ ശിരസിൽ തൊടുവാൻ അനുവാദം വേണം. പരമശിവൻ ശൂർപ്പകനോട് പറഞ്ഞു, തന്ന വരത്തിലൊരു സംശയവും വേണ്ട, നിൻ്റെ വിരൽ കൊണ്ട് തൊടുന്നവർ അപ്പോൾ തന്നെ മരിച്ചിരിക്കും. എന്തായാലും പരീക്ഷിക്കണം എന്ന് തീരുമാനിച്ച ശൂർപ്പകൻ പരമശിവനുടെ ശിരസിൽ തൊടുവാൻ വേണ്ടി ഓടിയെടുക്കുന്നു. ഇത് കണ്ട പരമശിവൻ വേഗത്തിൽ പോയി കൈലാസത്തിൽ ചെല്ലുകയും കൈലാസത്തിൻ്റെ മാളികയിൽ കയറി ഒളിക്കുകയും ചെയ്തു. ശൂർപ്പകൻ കൈലാസത്തേക്ക് എത്തുമെന്ന വിശ്വാസത്തിൽ കൈലാസത്തിൽ നടക്കുന്ന പൂജകളും ആഘോഷങ്ങളുമെല്ലാം നിർത്തിവെച്ചു. ഇതറിഞ്ഞ ദേവന്മാർ ഭയപ്പെട്ടു. അവർ ശൂർപ്പകനെ ഭയന്ന് പുറത്തിറങ്ങാതായി. ഇങ്ങനെയായാൽ കാര്യം നടക്കില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ ദേവന്മാരും സപ്തർഷികളും എല്ലാവരും കൂടി ബ്രഹ്മാവിനെ കാണുകയും ബ്രഹ്മാവ് തന്നാൽ നിവൃത്തിയില്ലെന്ന് പറയുകയും അങ്ങനെ അവർ ശ്രീ നാരായണനെ അഭയം പ്രാപിക്കുന്നതിന് വേണ്ടി പാലാഴി കടൽ തീരത്തേക്ക് യാത്രയാവുകയും ചെയ്തു. പാലാഴി കടൽ തീരത്തെന്ന് നാരായണനെ പ്രത്യക്ഷപ്പെടുത്തി വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി അവർ സ്തുതികൾ ചെയ്തുകൊണ്ടിരുന്നു. ശേഷം പിന്നീട്